വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ദിവസം ഇട്ടുണ്ടായിരുന്ന ഉടായ്പ റെസിപ്പീസ് ആണെങ്കിൽ പോലും തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ റെസ്പോൺസ് കിട്ടിയത് അതിൽ നിന്നായിരുന്നു. ഒരുപാട് പേര് എന്നെ കളിയാക്കിയെങ്കിലും എനിക്ക് ഫേസ്ബുക്ക് വഴിയായിട്ടാണെങ്കിലും ആപ്പ് വഴിയായിട്ടാണെങ്കിലും ഒരുപാട് ഫോട്ടോസ് എനിക്ക് അതിൻ്റെ കിട്ടി. അതായത് നമ്മുടെ വാട്ടർമെലൺ ബോൾസും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും. അപ്പൊ നിങ്ങൾ തന്ന സപ്പോർട്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇതാണ് വേണ്ടത്. എനിക്ക് വേറെ ഒന്നും വേണ്ട. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് അല്ലേ? താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു മെഴുക്ക് പുരട്ടി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി. എൻ്റെ ഫേവറേറ്റ് മെഴുക്ക് പുരട്ടികളൊന്നാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി. എനിക്കിവിടെ എപ്പോഴും നല്ല കോവയ്ക്ക കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ അത്ര ദിവസം വെയിറ്റ് ചെയ്തത് നല്ല കോവയ്ക്ക കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദിവസം അയച്ച് കഴിഞ്ഞ ആഴ്ച കിട്ടി. പക്ഷെ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് സംഭവം ഷൂട്ട് ചെയ്ത് വെച്ചു. അതിന് പിള്ളേർക്ക് എക്സാം ആണല്ലോ. അപ്പോൾ എനിക്ക് ഫ്രീ ഉള്ള സമയത്ത് ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഷൂട്ടൊക്കെ ചെയ്ത് വെച്ചു, ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. ഇന്ന് ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് ഇപ്പം ഇടാൻ വരെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചത്? ഫോട്ടോ അറിയാണ്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. എന്നെക്കാര്യം അറിഞ്ഞേയില്ലായിരുന്നു. ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ രണ്ടാമതും ഇവിടുത്തെ കടകളൊക്കെ വിളിച്ച് ചോദിച്ച അവസാനം എന്തോ ഭാഗ്യം കൊണ്ട് അടുത്ത കടയിൽ നിന്ന് എനിക്ക് കിട്ടി. അതിന് വാങ്ങിച്ച് രണ്ടാമത് ഉണ്ടാക്കി ഫോട്ടോ എടുത്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടത്. അതാണ് ഇത്ര ലേറ്റ് ആയത്. ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുന്നായിട്ട് ഇടുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. എന്നാൽ പോലും ചെയ്യാൻ പറ്റി. അത് വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ കോവയ്ക്ക ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കാറ്. ഒന്ന് വട്ടത്തിലരിഞ്ഞിട്ടും ഒന്ന് നീളത്തിലരിഞ്ഞിട്ടും. മറ്റേ രീതി ഓവനിലാണ് വെക്കാറ്. അത് ഞാൻ വേറെ ദിവസം ഞാൻ കാണിച്ചു തരാം തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇന്നത്തെ റെസിപ്പിയിൽ തന്നെ ഞാൻ ചില സമയത്ത് സാമ്പാർ പൊടി ഇടാറുണ്ട് കേട്ടോ. അതിന് പ്രത്യേക വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ആ പോയിന്റ് ഞാൻ ആ റെസിപ്പിയിൽ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ സാമ്പാർ പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസറിന്റെ പേരിനെ പറ്റിയിട്ട്. ഇതിന്റെ തൊട്ടടുത്ത ക്ലിപ്പ് ഞാൻ ജ്യൂസറിന്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ പേര് പറയുന്നില്ല. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പേര് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തോന്നും പലർക്കും. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. ചോദിച്ചവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് എങ്ങനെയാണ് കോവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ജ്യൂസർ. അല്ല, ഒരുപാട് പേര് എന്നോട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ജ്യൂസർ. നിങ്ങൾ ലുലുവിൽ അവൈലബിൾ ആണ് ഇത്. ഇനിയിപ്പോൾ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ 1 വർഷം മുന്നാണ് വാങ്ങിച്ചത്. 1 വർഷം ഇത് ഓടിയിട്ടുണ്ട്. ഒരു കുഴപ്പം ഇതുവരെ ഇല്ല. 150 ദിർഹംസാണെന്ന് തോന്നുന്നു. ഓർമ്മയില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഏത് ബ്രാൻഡ് ആണെങ്കിലും വാങ്ങിച്ചോളൂ. അപ്പോൾ നമുക്ക് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പിഞ്ച് കോവയ്ക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ റെഡ് കളറൊന്നും ഇല്ലാണ്ട് നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് കളർ മാത്രം കാണുന്നതിന് നമ്മൾ പിഞ്ച് കോവയ്ക്ക എന്ന് പറഞ്ഞാൽ ഇളയ കോവയ്ക്ക എന്ന് അർത്ഥം. അപ്പോൾ ഇതൊരു 1/2 കിലോൻ്റെ അളവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതേസമയം ഞാൻ കാണിച്ചു തരാം. നമ്മൾ കോവയ്ക്ക മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ കംപ്ലീറ്റ് റെഡ് കളറായിട്ട് കാണുന്നത് ഞാൻ എടുക്കാറില്ല. കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യും. കാരണം ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ കറിയുടെ ടേസ്റ്റും മാറും, ആകെ കുഴഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക. ചിലർ ഇടുന്നവരുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഇടാറില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ എപ്പോഴും 1 കിലോ ഒക്കെ വാങ്ങിക്കും. 1/2 കിലോൻ്റെ റെസിപ്പി ആണെങ്കിലും 1/2 കിലോ എനിക്ക് മതിയെങ്കിലും ഞാൻ ചിലപ്പോൾ 1 കിലോ വാങ്ങിക്കും. കാരണം തെരഞ്ഞു പിടിച്ച് വരുമ്പോൾ 1/2 കിലോ ചിലപ്പോൾ പഴുത്തതായിരിക്കും. അപ്പോൾ ഞാൻ 1/2 കിലോ എടുക്കാറുള്ളൂ. അങ്ങനെ നല്ല ക്ലീൻ ചെയ്യണം. നല്ലോണം കഴുകി അതിന് ശേഷം തുടച്ചു വെച്ചിരിക്കുന്ന കോവയ്ക്കയാണ്. ഇപ്പോൾ 2 സൈഡും ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്ത് വെച്ചിരിക്കും. അതാണ് ചെയ്തപ്പോഴൊക്കെ നിറച്ച് അഴുക്കുണ്ടാവും. പിന്നെ ഈ കോവയ്ക്കയുടെ ഇലയൊക്കെ ഉണങ്ങി അല്ലെങ്കിൽ ചീനി ഇരുന്ന് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യണം. അതൊക്കെ നന്നായി കഴുകിയതിന് ശേഷം നല്ലൊരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നല്ല തുണി വെച്ചിട്ട് തുടച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ പാടങ്ങ് വെള്ളം വരും ഈ കോവയ്ക്കയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വഴറ്റുമ്പോൾ. അപ്പോൾ ഇതിൽ വെള്ളം ഇല്ലാതെ സൂക്ഷിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് കോവയ്ക്കിനി കട്ട് ചെയ്തെടുക്കാം. കോവയ്ക്ക എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് ഗുണങ്ങളുള്ള വെജിറ്റബിൾസിൽ ഒന്നാണ് നമ്മുടെ കോവയ്ക്ക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കോവയ്ക്ക നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് കോവയ്ക്ക. ഓക്കെ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് കോവയ്ക്ക കട്ട് ചെയ്യാം. ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്യാം, നീളത്തിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് മെഴുക്ക് പുരട്ടി നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കട്ടിങ് ഒക്കെ കാണിക്കുന്നത് ബിഗിനേഴ്സിനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും എടുത്ത് പറയണത് എന്തിനാണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു കമൻറ്റ്സ് വരുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ബോറടിക്കുന്നു. അങ്ങനെ ബോറടിക്കുന്ന ആൾക്കാർക്കൊക്കെ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം.
ഇതിനെയും കട്ട് ചെയ്യുക. അതായത് ഒരു കോവയ്ക്കനെ നമുക്ക് 4 പീസായിട്ട് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം. മനസ്സിലായല്ലോ? ഏതാണോ മൂത്തതാണോ എന്ന് അത് പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ വെജിറ്റബിൾ ഷോപ്പിൽ പോകുമ്പോൾ ഒന്നാമത് ഭയങ്കര തിരക്കായിരിക്കും. വെള്ളിയാഴ്ചയൊക്കെ പോകണമെങ്കിൽ അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ഇത്രയും ഓരോന്നും പിടിച്ചു നോക്കി വാങ്ങിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഓരോന്നെടുത്ത് നിങ്ങൾ ചൂസ് ചെയ്ത് വാങ്ങിച്ചോളൂ. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അത് ടെൻഡർ ആണെന്നുണ്ടെങ്കിൽ. മറ്റത് കുറച്ച് കട്ടിയിലായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ച് അങ്ങ് എടുത്ത് ഇടുക ചെയ്യുന്നത്, അല്ലാതെ ചൂസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വെണ്ടയ്ക്ക ചൂസ് ചെയ്യുന്നത് പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിൻ്റെ ബാക്കിൽ ഒടിച്ച് നോക്കണമെന്ന്. അതിന് എനിക്ക് കുറേ ചീത്തയൊക്കെ കേട്ടായിരുന്നു. 2-3 പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, നിങ്ങൾ എന്താ പണിയിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ കച്ചവടം പൂട്ടുമല്ലോ, നിങ്ങളിത് ഓരോരുത്തർക്ക് ഇതേപോലെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ കടയിൽ വന്നിട്ട് എല്ലാവരും വെണ്ടയ്ക്കയുടെ ബാക്ക് കട്ട് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഒരു ദൈവമേ, ഞാനറിയുന്നത് ഇതുപോലെ കണ്ടിട്ടാണ് കേട്ടോ. നമ്മൾ ഓരോ കടയിൽ പോകുമ്പോഴും ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ ഓരോ ടിപ്സ് കിട്ടുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നതാ, അല്ലാണ്ട് ഒരാളെ ദ്രോഹിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ ടിപ്സ് പറയുമ്പോൾ എനിക്ക് പേടിയാണ്, എവിടെന്നാ അടി വരികയെന്ന് അറിയില്ല. വല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ എന്നെ തല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അത് മുഴുവനായിരിക്കട്ടെ. മൊത്തത്തിൽ കോവയ്ക്ക ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ണമുള്ള കോവയ്ക്കാന്നുണ്ടെങ്കിൽ 4 പീസിന് പകരമായിട്ട് 6 പീസുമായിട്ട് വേണമെങ്കിൽ മുറിച്ചിടാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട്, അപ്പോൾ ഇത് ഇച്ചിരി വണ്ണം പോലെ തോന്നുന്നുണ്ട്, അപ്പോൾ കുറച്ച് നമുക്കിതിനെ ലോങ് ആക്കാം. അത് നിങ്ങൾക്ക് മുറിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എന്തായാലും നമ്മൾ വഴറ്റുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ചെറുതായിട്ട് മാറും, അളവൊക്കെ നന്നായി കുറയും. അപ്പോൾ നമുക്കിനി ഇത് മെഴുക്ക് പുരട്ടി ആക്കാം. അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടി ശരിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക, അത് ചൂടാക്കുക. അപ്പോൾ കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വെളിച്ചെണ്ണയും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇച്ചിരി ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില, പിന്നെ 2 സവാള, 2 ചെറിയ സവാളയാണ് കേട്ടോ. വലുതാണെങ്കിൽ 1 മതിയാവും. 2 ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ്, അതിടുക. ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ ഇതിൻ്റെ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ എരിവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 പച്ചമുളക്, അധികം എരിവൊന്നും ഇല്ല അതുകൊണ്ട് 6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതേസമയം നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ കാശ്മീരി മുളക് കൂടിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. ഇത് ഒന്ന് വാടട്ടെ. അതിനുശേഷം നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കണം. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. അപ്പം എനിക്ക് കോവയ്ക്ക അവിടെ അടുത്തുള്ള കടകളിലൊന്നും കിട്ടില്ല. കോവയ്ക്ക വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സൺറൈസ് പോലുള്ള നാടൻ പച്ചക്കറികളൊക്കെ കിട്ടുന്ന സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ടി വരും. അപ്പോൾ കുറച്ച് ദൂരമായതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും വാങ്ങിക്കാറുള്ളൂ. ലുലുവിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല കോവയ്ക്ക കിട്ടാറില്ല. എപ്പോഴും പഴുത്തിട്ടുള്ള കോവയ്ക്കാണ് ഉണ്ടാവാറ് അവിടെ. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നല്ല സാധനങ്ങളൊക്കെ ഓൾറെഡി കൊണ്ടുപോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ എനിക്ക് കടച്ചൊക്കെ നല്ലത് കിട്ടാറില്ല ഇവിടെ. നമ്മളൊക്കെ എപ്പോഴും ഞാൻ ഉച്ച സമയത്താണ് പോകുക. ആ സമയത്ത് വെള്ളിയാഴ്ച ഉച്ച സമയത്ത് തിരക്കുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സമയത്താകുമ്പോഴേക്കിനും എല്ലാം പോയി, നല്ല സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ചൂട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ചെയ്യുക. അത് എപ്പോഴും ഞാൻ പറയാറുള്ളത്. എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറും. അപ്പോൾ ഇതങ്ങോട്ട് നമ്മുടെ സവാള നന്നായിട്ട് അങ്ങ് ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്, നന്നായിട്ടൊരു ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വെറുതെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചില്ലെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ 11 മണി സമയത്തൊക്കെ നമുക്ക് ഇത് മാത്രം എടുത്ത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ചോറ് നമ്മൾ കുറച്ച് കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചോറ് എപ്പോഴും കഴിക്കുമ്പോൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ജാൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചോറ് തന്നെ കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്, കറികൾ കുറച്ചും. പക്ഷേ ജാൻ്റെ വീട്ടിൽ നേരെ തിരിച്ചാ. അച്ഛൻ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് എടുത്താൽ അത്രയും നല്ലതെന്നാണ് ഞാൻ വിചാരിക്കാറ്. അത്രയും കുറവ് ചോറും, പക്ഷേ ആ പ്ലേറ്റിൽ നിറച്ച് ഇതേപോലെ പച്ചക്കറികളാണ്. എൻ്റെ വീട്ടിലത്തെ ഒരു മെനു എന്നൊക്കെ പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ അച്ഛനൊക്കെ പുറത്തായിരുന്നു, അച്ഛൻ ബോംബെയിലായിരുന്നു. ആ സമയത്ത് അച്ഛനൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാവും, അതായത് മെഴുക്കുവരട്ടി ഉണ്ടാവും, പിന്നെ ഒരു ചാറുകറി ഉണ്ടാവും. അത്രയാണ് എൻ്റെ വീട്ടിലത്തേക്ക് ഭക്ഷണമായിരുന്നത്. പക്ഷേ ജാൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എന്നും ഒരു 3-4 തരം പച്ചക്കറികൾ ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ രാവിലത്തെ പരിപ്പുലർത്തിയതോ മുതിരയോ കടല എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഒരു എന്താ പറയുക സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ജാൻ്റെ വീട്ടിൽ അമ്മയച്ഛനും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷനായി. അപ്പം ഞാനും ഇപ്പോൾ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഇതുപോലെ പച്ചക്കറികളാണ് കൂടുതൽ കഴിക്കുന്നത്.
അപ്പോൾ അച്ഛന് നിർബന്ധമാണ് ഒരു ദിവസത്തിൽ എല്ലാ പച്ചക്കറികളും അതേപോലെ തന്നെ പൾസസും, അതായത് പരിപ്പോ പയറോ കടലയോ മുതിര ഏതെങ്കിലും ഒന്നും നമ്മൾ കഴിക്കണം എന്നുള്ള കാര്യം, പിന്നെ ഫ്രൂട്ട്സും. അപ്പോൾ ഇതിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം നമുക്കിത് അടച്ചു വെച്ചാൽ മതിയാകും. അതിലെന്തെങ്കിലും അത് കുഴഞ്ഞു പോകും. നമ്മൾ വെണ്ടയ്ക്കയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ വെണ്ടയ്ക്ക ചെയ്ത പോലെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഇച്ചിരി തിക്കല്ലേ കോവയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് കളർ വേണ്ടേ, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായിട്ട് മാറണം. കോവയ്ക്കിനെ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കും. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മ പക്ഷേ ഇങ്ങനെയല്ല കേട്ടോ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുക. അമ്മ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉള്ളിമുളകും കുത്തി കാച്ചാറ്. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ 10 മിനിറ്റോളം തുറന്ന് വെച്ചിട്ട് നമുക്ക് അതിന് ശേഷം മാത്രം അടച്ചു വെച്ച് വേവിക്കും. സവാള ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് പോരാ, ഉപ്പും കൂടെ ആവാം, കാരണം ഇതിലേക്ക് നല്ലോണം ഉപ്പ് പിടിക്കണ്ടേ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സവാള കഴിക്കുമ്പോഴേ അറിയാൻ പറ്റും ഇതിലത്തെ എരിവിൻ്റെ അവസ്ഥ, അതായത് പച്ചമുളകിൻ്റെ എരിവ് എത്രത്തോളം ഉണ്ട് നമുക്ക് സവാള കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മുളക് പൊടിയുടെ അളവ് തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചേർത്തിരിക്കുന്ന മുളകിന് അത്ര എരിവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി, നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കോവയ്ക്കൊക്കെ ഒരു കളർ വരുന്നത്. മറ്റേതല്ലെങ്കിൽ മഞ്ഞ കളർ പോലെ ഇരിക്കും. നമ്മൾ ചേർത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മളിത് വഴറ്റുമ്പോൾ തന്നെ കാശ്മീരി മുളക് പൊടിയുടെ പച്ചമണം, സാധാരണ മുളക് പൊടിയേക്കാളും പച്ചമണം മാറാൻ സമയമെടുക്കും കാശ്മീരി മുളക് പൊടിക്ക്. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത്. കാരണം ബാച്ചിലേഴ്സിന് എപ്പോഴും എന്നോട് പറയാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ചെറിയുള്ളി അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറിയുള്ളി കിട്ടാറില്ല, അതുപോലെ ക്രഫ്റ്റ് ചില്ലി കിട്ടാറില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടമ്മമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം, മുളക് പൊടിക്ക് പകരമായിട്ട് ക്രഫ്റ്റ് ചില്ലി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കൊന്ന് എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, താഴെയൊന്നും പിടിക്കണ്ട. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക. കുറച്ചും കൂടെ വേവാനുണ്ട്, ഇതിന് അടച്ചു വയ്ക്കാം. നിങ്ങൾ പറഞ്ഞെടുത്ത് കഴിച്ച് നോക്കുക. ചെറുതായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്തിട്ട് വേവിക്കാം. ഓക്കെ, ഇത് ഇച്ചിരി കൂടെ ആവാനുണ്ട്, ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം വെന്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഒഴിച്ച എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കട്ടെ, വേവ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഒന്നൊരു ക്രിസ്പി ആയിട്ടൊന്ന് കുഴയാൻ പാടില്ല. ഓക്കെ, ഇനി ഇനി തുറന്ന് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് വരിക. ഉപ്പ് നോക്കുക നിങ്ങൾ ഈ സമയത്ത്. ഉപ്പ് എനിക്ക് കറക്റ്റാണ്. ഉപ്പ് നിങ്ങൾക്ക് കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇച്ചിരി വേണമെങ്കിൽ തീ കൂട്ടി കൊടുക്കുക, എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ വെള്ളത്തിൻ്റെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് വറ്റിപ്പോണം. അതാണ് അതിൻ്റെ പരുവം. ഓക്കെ, എനിക്ക് ഈ കോവയ്ക്കാന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിറയെ കോവലുണ്ടായിരുന്നു. അപ്പം അമ്മ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു കൊട്ട എടുത്തുകൊണ്ട് ബാക്കിലോട്ട് പോകും. എന്നിട്ട് കൊട്ട നിറയെ ഈ കോവയ്ക്കയും, അതായത് ഫ്രഷ് കോവയ്ക്കല്ലേ, നല്ല ഇളയെ പിഞ്ചു കോവയ്ക്കയും കൊണ്ടുവരും. പിന്നെ ദിവസം നല്ല രീതിയിൽ കോവയ്ക്ക എന്തെങ്കിലും കറി വെക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ഈ കോവയ്ക്കനോട് ദേഷ്യം തോന്നാൻ തുടങ്ങി. പാവം കോവയ്ക്ക കേൾക്കണ്ട. കാരണം ദിവസം നമ്മളിപ്പോൾ അമൃതമാണെങ്കിലും ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അതിനോടൊരു വെറുപ്പ് തോന്നും. പക്ഷേ അമ്മയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനം, അതിൻ്റെ അതേപോലെ തന്നെ മുറ്റത്ത് വളർന്നു നിൽക്കുന്ന ചീര, അതൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിലെ സ്ഥിരം നല്ല രീതിയിലുള്ള പച്ചക്കറികൾ. അപ്പോൾ പിന്നെ വലുതായതിനു ശേഷമാണ് എനിക്ക് കോവയ്ക്കയുടെ ഗുണങ്ങൾ കൂടുതൽ മനസ്സിലായത്. പ്രത്യേകിച്ചും ഇതേപോലെ ഇങ്ങനെ ലേഡീസിന് വളരെ വിശേഷപ്പെട്ട ഒരു വെജിറ്റബിളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കോവയ്ക്ക വാങ്ങിച്ചുണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോവയ്ക്ക നല്ല കോവയ്ക്ക കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ പഴുത്ത കോവയ്ക്ക വെച്ച് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഏകദേശം നായി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. ഈ കോവയ്ക്കൊക്കെ നല്ലോണം ഉണ്ടാവും, ഭയങ്കരമായിട്ട് കായ്ക്കുന്നൊരു വെജിറ്റബിളാണ്. അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അമരക്കായ കോവയ്ക്കൊക്കെ ആയിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്ന വെജിറ്റബിൾ ബാക്ക് സൈഡിലുണ്ടായിരുന്നത്. ഇപ്പൊക്കെ അതൊക്കെ നല്ല ഓർമ്മകളായിട്ട് മാത്രം
അവശേഷിക്കുക. അമ്മയ്ക്ക് വയ്യ, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് മനസ്സിൽ ഓർക്കാനേ പറ്റുന്നുള്ളൂ. ആയിട്ടുണ്ട്, ഓഫ് ചെയ്യാം. കാരണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിക്കാം. പക്ഷേ ഞാൻ ഈ കോവയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് എണ്ണം കൂടുതൽ ഒഴിച്ചത്. കാരണം എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്ക് വേവില്ല. പിന്നെ ഫ്രൈ ആകുമ്പോഴാണ് ഒരു റിയൽ ടേസ്റ്റ് വരിക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് വെന്തിട്ടുണ്ട്, ഒന്ന് കുഴഞ്ഞിട്ടില്ല, അങ്ങോട്ട് ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടില്ല. ആ സമയം വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കട്ടെ. ആ പച്ചമുളകിൻ്റെയാണ്, സവാളയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിലേക്ക്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഇങ്ങനെ ചോറും പുരട്ടി ഇങ്ങനെ കഴിക്കാൻ, ഒന്ന് കടിക്കാനുണ്ടാവും. അസലായിട്ട് അത് ചുമ്മാ കഴിക്കാം നമുക്ക്. വെറുതെ ഇരുന്ന് ഞാൻ പറഞ്ഞല്ലോ കഴിക്കാൻ നല്ലതാ, ചോറിൻ്റെ കൂടെ നല്ലതാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോവയ്ക്ക. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായി പുളിപ്പ് രസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചില റെസിപ്പീസിൽ ഞാൻ ചിലപ്പോൾ ചില മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരല്പം ചെറുനാരങ്ങ നീര് മുകളിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാറുണ്ടെങ്കിൽ അത് തന്നെ കഴിക്കുമ്പോൾ, ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചുമ്മാ ഒരു 11 മണിക്കൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഞാനിതുപോലെ കുറച്ചെടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ചെറുനാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞിട്ട് ഇത് കഴിക്കാം. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊക്കെ ഇടയ്ക്കുന്നത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഇടുകയാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, എനിക്ക് കറിവേപ്പിലയുടെ മണം ഇഷ്ടമായതുകൊണ്ട് ആ ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. ഇനി അതിലേക്ക് നമുക്ക് ഇതിൽ ഓൾറെഡി അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിക്കണ്ട. കറിവേപ്പില ഫ്രഷായിട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ കറിയുടെ ആ ഒരു ടേസ്റ്റിൻ്റെ തലമൊന്ന് കുറച്ചും കൂടെ ഹൈ ആവും. മതി. ഞാൻ അടച്ചു വയ്ക്കാൻ പാടില്ല കേട്ടോ. ഈ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ കുഴഞ്ഞു പോകും. അതെപ്പോഴും സൂക്ഷിക്കുക. ഈ ചൂട്ടിൽ ഈ ചട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പം കുറച്ചും കൂടെ നല്ലൊരു ക്രിസ്പി ആവും നമ്മുടെ കോവയ്ക്ക. അപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള നമ്മുടെ നാടൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടി. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്നിട്ട് അയ്യോ എന്നിട്ട് ചിമ്മത്തിന്റെ തലയിൽ എന്തുട്ട് വീണേ? എവിടുന്ന കുക്കർ വീണേ? അവിടുന്ന് ആരട്ടെ? അയ്യോ പാവം സിംഹല്ലേ, അതിന് വേനെടുത്തിട്ടാവില്ലേ? അവിടെ വന്നിട്ട് അയ്യോ എന്നിട്ട് അമ്പടാ ആരല്ലേ? അയ്യോ എന്നിട്ട് ആര് വന്നിട്ട്? സിംഹത്തിന് പിന്നില് കൊക്ക് കൊത്തിട്ട് എന്ത് ചോദിച്ചേ? ആര് ചോദിച്ചു? അയ്യോ ആര്? ആണാ? ഒരച്ഛനുള്ളൂ? ആ ശരി. സാധാരണ എത്ര അച്ഛന്മാരുണ്ടാവും? അയ്യോ എന്നിട്ട് അയ്യോ നിറച്ച അച്ഛന്മാരുണ്ടാവും. ആണാ? അയ്യോ എന്റെ അമ്മേ ഓടാണ് മൊത്തായി. നോളല്ല ഒന്നുമില്ല ഒന്നുമില്ല. എന്തല്ലേ